ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജത്തി നിനക്കായി എന്ന വൈഗായി പീസിൻ്റെ തുടർച്ച അധ്യായം 13 എല്ലാവർക്കും നോവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് നോവലിലേക്ക് പോയാലോ. അനുജത്തി നിനക്കായി വൈഗായി പീസ് തുടർച്ച അധ്യായം 13. മോനെ, എൻ്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. അവൾക്ക് താങ്ങായി ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ. ചുറ്റും ശത്രുക്കളാണ്. എനിക്കറിയാം അച്ഛ, കാർത്തിക് പറഞ്ഞു. അവൻ്റെ അച്ഛ എന്ന സ്നേഹം നിറഞ്ഞ വിളി അയാളുടെ നെഞ്ചിനുള്ളിലേക്ക് ആ വിളി തീർത്ഥത്തുള്ളിയായി വീണു. എൻ്റെ 3 പെൺമക്കളുടെയും വിവാഹം കഴിയുമ്പോൾ എനിക്ക് 3 ആൺമക്കളെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് മക്കളായി ഒരാളേ ഉള്ളൂ. മകനായി കിട്ടിയത് നിന്നെ മാത്രം. സത്യദാസിൻ്റെ കണ്ണ് നിറഞ്ഞു. അച്ഛാന്ന് വിളിക്കാനും നീ മാത്രം, സത്യദാസ് പറഞ്ഞു. നിൻ്റെ ഈ വിളിക്ക് പകരം തരാൻ എൻ്റെ ഇപ്പോൾ അയാൾ നിസ്സഹായായി 4 പാടും നോക്കി. ഒരു സമ്മാനം കൊടുക്കാൻ പോലും ഒന്നുമില്ലാത്തവനായിപ്പോയില്ലേ സത്യദാസ്. അദ്ദേഹം അവൻ്റെ മുഖം വേഗം കൈക്കുടന്നയിലേക്ക് പിടിച്ചെടുത്തു. എന്നിട്ട് സ്നേഹം മുഴുവൻ അധരങ്ങളിലേക്ക് നിറച്ച് മകൾക്ക് കൊടുത്തതുപോലൊരു ഉമ്മ കാർത്തികിൻ്റെ നെറ്റിയിലും കൊടുത്തു. ഒരു നിമിഷം കാർത്തികിൻ്റെ മിഴികൾ നനഞ്ഞുപോയി. സ്നേഹം പുറത്തു കാട്ടാതെ ഗൗരവവും അധികാരവും ആജ്ഞയുമായി മാത്രം പുറത്തേക്കെടുക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ മകന് സ്നേഹത്തിൻ്റെ ആ പുതിയ മുദ്ര നെഞ്ചിൽ വീണ തീർത്ഥത്തുള്ളികൾ തന്നെയായിരുന്നു. സത്യദാസനോട് ഒരുപാട് വർഷങ്ങളുടെ അടുപ്പവും സ്നേഹവും ഒരുമിച്ചുണ്ടായി ആ ഒറ്റ ഉമ്മ കൊണ്ട്. മടങ്ങുമ്പോൾ അവൻ വൈകിയോട് പറഞ്ഞു, നിൻ്റെ അച്ഛൻ മക്കളെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒറ്റ അച്ഛനെ ഈ ഭൂമിയിലുണ്ടാവും. ശരിയാണ് കാർത്തിക്. ഡ്രൈവ് ചെയ്യുന്ന കാർത്തികിൻ്റെ ഇടതുവശം ചേർന്നിരുന്നു കൊണ്ട് വൈക തുടർന്നു. ഞങ്ങളെ 3 പേരെയും അച്ഛൻ എന്നും ജീവനിലുപരി സ്നേഹിച്ചു. പക്ഷെ ഞങ്ങൾക്ക് 3 അച്ഛനെ സമാധാനപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ കഴിഞ്ഞില്ല. എനിക്കാണെങ്കിൽ ഒട്ടും. വൈകയ്ക്ക് എന്നുമുള്ള സങ്കടം അത് മാത്രമാണിപ്പോൾ. രശ്മി മെഡിക്കൽ കോളേജിലെ വാർഡിനുള്ളിൽ ഒരു പേഷ്യൻറ്റിനെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കോട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ അടിച്ചത്. രശ്മി അതെടുത്തു നോക്കി. DYSP മൈക്കിൾ കോളിംഗ്. രശ്മി വേഗം വാർഡിനുള്ളിൽ നിന്നും വരാന്തയിലേക്ക് വന്നു. പറയൂ സാർ, രശ്മി കോൾ അറ്റൻഡ് ചെയ്തു. SP വൈകിയും നമ്മുടെ ACPയും കുടുങ്ങാൻ പോവുകയാണ് രശ്മി. അത് പറയാൻ വിളിച്ചതാ. മൈക്കിളിൻ്റെ ആഹ്ലാദ സ്വരം അവൾ ഫോണിൽ കേട്ടു. എങ്ങനെ? രശ്മിക്ക് സന്തോഷമായി. DIG ശാന്തംപിള്ളയ്ക്ക് ഞാനൊരു തിരി തുറത്തു കൊടുത്തു. പേര് ശാന്തംപിള്ള എന്നാണെങ്കിലും ആളത്ര ശാന്തമല്ല. കുപ്പി പൊട്ടിച്ചാൽ എന്തും സാധിപ്പിക്കാമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? ഉവ്വ്. കക്ഷി നമ്മുടെ SPയെയും ACPയെയും സൂചിമുന്നിൽ കയറ്റി നിർത്തിയിരിക്കാം. എന്നുവെച്ചാൽ 24 hours അതിനുള്ളിൽ ആ പുഴയിൽ നിന്നും കിട്ടിയ അഴുകിയ ബോഡി ഏത് പെൺകുട്ടിയുടേതാണെന്ന് റിപ്പോർട്ട് ചെയ്യുക. അതാണ് ഓർഡർ. അതുപോലെ മതി. രശ്മി ചിരിച്ചു. ഇനി 24 മണിക്കൂറിനുള്ളിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ കൃത്യനിർവഹണത്തിലെ അനാസ്ഥ. DIG അങ്ങനെ ഒരു നിലപാടിൽ നിന്ന പണി പറ്റിയത് തന്നെ. കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ തന്നെ വരും. വന്നില്ലെങ്കിൽ വരുത്തണം സാർ, രശ്മി പുകഴ്ത്തി. സാറ് മനസ്സ് വെച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ വരും. മൈക്കിൾ ചിരിച്ചു. ആ കോള് കട്ടാക്കിയിട്ട് രശ്മി വിളിച്ചത് ഡോക്ടർ വിനീഷിനെയാണ്. വിനീഷേ, നീ ഫ്രീ ആണോടാ? അല്ലടി, ഞാനിപ്പോൾ OPയിലാണ്. എത്ര സമയം കൂടി എടുക്കും? 1/2 മണിക്കൂർ. യെസ്, 1/2 മണിക്കൂർ. അത് കഴിഞ്ഞ് നീ ഇറങ്ങുന്നു. നമ്മൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കുന്നു. എവിടെ? വിനീഷിന് ഉത്സാഹമായി. എൻ്റെ വീട്ടിൽ. നിൻ്റെ വീട്ടിലോ? വിനീഷിൻ്റെ സ്വരത്തിൽ ഉത്സാഹം കുറഞ്ഞു. നമുക്കൊരു റിസോർട്ടിലേക്ക് പോകാം. പോകാടാ. അത് പിന്നെ. ഇന്ന് എൻ്റെ വീട്ടിൽ. അവിടെ എൻ്റെ അമ്മയുണ്ട്. അമ്മ പറഞ്ഞു നിന്നൊന്ന് കാണണമെന്ന്. വിനീഷിന് ആ പറച്ചിൽ വളരെ സുഖിച്ചു. അവളുടെ അമ്മയ്ക്ക് തന്നെ പരിചയപ്പെടുത്താനാണ്. കൊള്ളാം, താൻ ഉദ്ദേശിച്ചാലും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു അവൾ. കൃത്യം 1:30 തന്നെ വിനീഷ് രശ്മിയുടെ വീട്ടിലെത്തി. വാ മോനെ. അതീവ സന്തോഷത്തോടെ രോഹിണി അവനെ സ്വീകരിച്ചു. ഒറ്റ കാഴ്ചയിൽ തന്നെ അവനെ അവർക്ക് ഇഷ്ടമായി. മിടുക്കൻ, ഒത്ത ഉയരം, ചേരുന്ന വണ്ണം, ഉയർന്ന പേഴ്സണാലിറ്റി. ഊണുമേശക്കരികിലിരിക്കുമ്പോൾ സ്നേഹത്തോടെ അവർ വിഭവങ്ങൾ വിളമ്പി. കഴിക്കുമോനെ, അമ്മയിരിക്കും.
വിനീഷ് സ്നേഹത്തോടെ തന്നെ പറഞ്ഞു. രോഹിണിക്ക് അമ്മയെ വിളിയിൽ മനസ്സു നിറഞ്ഞു. ഇലയിട്ടായിരുന്നു സദ്യ. രോഹിണിയും അവർക്കൊപ്പം ഇരുന്നു. ചിക്കൻ കറിയും കരിമീൻ ഫ്രൈയും വിനീഷിൻ്റെ ഇലയിലേക്ക് രശ്മി വിളമ്പി. അച്ഛൻ മരിച്ചത് പിന്നെ ഞാനും അമ്മയും ഇപ്പോഴും വെജ് തന്നെയാണ് കഴിക്കുന്നത്, അവൾ പറഞ്ഞു. ഇതിപ്പോൾ വിനീഷ് വരുന്നെന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞപ്പോൾ വേഗം ഇതൊക്കെ വാങ്ങിപ്പിച്ച് പണിക്കാരെയെ കൊണ്ട് വയ്പ്പിച്ചതാണ്. ഇതൊന്നും വേണ്ടായിരുന്നു, വിനീഷ് രശ്മിയോട് പറഞ്ഞു. നിങ്ങൾ കഴിക്കുന്നതെന്തോ അതും മതിയായിരുന്നു എനിക്ക്. സ്നേഹത്തോടെ വിളമ്പിത്തന്ന കഴിക്കുന്നതെന്തും അമൃതമായി തോന്നും, അല്ലമ്മേ? അതേ മോനെ. രോഹിണിക്ക് അവനോട് കൂടുതൽ അടുപ്പവും സ്നേഹവും തോന്നി. ഇതൂടെ കഴിക്കുമോനെ. കരിമീൻ ഫ്രൈ 2 പീസ് കൂടി അവർ വിനീഷിൻ്റെ ഇലയിൽ എടുത്തു വെച്ചു. രുചിയോടെ അവൻ അത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് രശ്മിയുടെ മൊബൈൽ ബെൽ മുഴക്കിയത്. സാജൻ്റെ കോളായിരുന്നു. എന്താ സജ? അവൾ കോൾ അറ്റൻഡ് ചെയ്തു. രശ്മി എവിടെയാണ്? വീട്ടിലാണ്, ഊണ് കഴിക്കുന്നു. ഞാൻ കോട്ടയത്തുണ്ട്. എനിക്ക് രശ്മി ഒന്ന് കാണണമായിരുന്നു. അർജൻറ്റാണോ? അർജൻ്റല്ല. സാജൻ തെല്ല് എന്നാലൊന്ന് കാണണം, സംസാരിക്കണം. ആ സ്വരത്തിൽ അവൾക്കവൻ്റെ ഉള്ളു വായിക്കാൻ കഴിഞ്ഞു. ഊറിച്ചിരിച്ചവൾ പറഞ്ഞു. ഞാൻ 3:30 ഹോസ്പിറ്റലുണ്ടാവും, കാണാം. ശരി. സാജനാണ്, രശ്മി വിനീഷിനോട് പറഞ്ഞു. എന്തോ അത്യാവശ്യ കാര്യമുണ്ടത്രേ. അലക്ഷ്യമായിരുന്നു അവളുടെ സ്വരം. ഊണ് കഴിഞ്ഞ് അവരെഴുന്നേറ്റു. രോഹിണിയുടെ മുമ്പിൽ രശ്മിയോടുള്ള പെരുമാറ്റത്തിൽ വിനീഷ് ഏറ്റവും നല്ല മാന്യത തന്നെ പുലർത്തി. നല്ല കറികൾ. ഇത്രയും രുചികരമായി കുറേ നാളായി ഞാൻ ഊണ് കഴിച്ചിട്ട്, വിനീഷ് പറഞ്ഞു. ഇനി ഞാൻ ഇറങ്ങട്ടെ അമ്മേ, ഹോസ്പിറ്റലിൽ ഇത്തിരി തിരക്കുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന ചോറും കറികളും കഴിക്കാൻ ഞാൻ ഇനിയും വരാം. മോൻ വരണം, ഇത് മോൻ്റെ വീടാന്ന് കരുതിയാൽ മതി, രോഹിണി പറഞ്ഞു. വിനീഷ് ചിരിച്ചു. യാത്ര പറഞ്ഞിറങ്ങി. നല്ല പയ്യൻ, എന്തൊരു വിനയം. മോളെ, നമുക്കിത് തന്നെ അങ്ങ് ഉറപ്പിക്കാം, അവർ മോളോട് പറഞ്ഞു. ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞമ്മേ. രശ്മിക്ക് ഒട്ടും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഗോപൻ CI ഗോപകുമാറിൻ്റെ മൊബൈലിൽ SP വിൽസൺ തോമസിൻ്റെ കോളെത്തി. സർ. ഗോപകുമാർ അറ്റൻഡ് ചെയ്തു. എടോ, ആ DIG തന്ന 24 മണിക്കൂർ ആയിക്കൊണ്ടിരിക്കുന്നു. ആ ബോഡിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയടോ? സോറി സർ, ഗോപകുമാർ വൈക്ലഭ്യത്തോടെ പറഞ്ഞു. ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. ഞങ്ങളിപ്പോഴും അന്വേഷണം തുടരുകയാണ് സർ. SP തല കുടഞ്ഞു. വല്ലാത്തൊരു കുരുക്കായല്ലോ. ഈ ബോഡീന് മറ്റു സ്റ്റേറ്റിൽ നിന്നും വന്നതാണോ? ആ വഴിക്കും അന്വേഷിക്കുന്നുണ്ട് സർ, ഗോപകുമാർ പറഞ്ഞു. ശരി. SP കോൾ കട്ട് ചെയ്യുമ്പോൾ DYSP മൈക്കിള് രശ്മി വിളിക്കുകയായിരുന്നു. 24 മണിക്കൂർ, ആ ടൈം തീരുകയാണ് രശ്മി. അത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ തനിക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കാം. ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് സർ, രശ്മി ആഹ്ലാദത്തോടെ പറഞ്ഞു. അപ്പോഴാണ് കമ്പ്യൂട്ടറിൽ മെയിൽ നോക്കുകയായിരുന്ന വൈക പെട്ടെന്നൊരു നോട്ടീസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തത്. അത്യാവേശത്തോടെ അവൾ അതുമായി SP റൂമിലേക്ക് ഓടി. വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിക്കൊണ്ട് വൈക പറഞ്ഞു. സർ, ദാറ്റ് ഗേൾ ഈസ് ഹിയർ. എവിടെ? SP ചാടി എണീറ്റു. സർ, വൈക കയ്യിലിരുന്ന പ്രിൻ്റ് ഔട്ട് SP ടേബിളിലേക്ക് വെച്ചു. ഇപ്പോൾ ഈ മെസ്സേജായി വന്നതാണ് സർ. ശാരീരിക വലിപ്പവും അളവുകളൊക്കെ നോക്കുമ്പോൾ മിത്രയുമായി നല്ല സാമ്യമുണ്ട്. കാണാതായ ഈ പെൺകുട്ടിക്ക്. പക്ഷെ പ്രായം മാത്രം അല്പം കുറവാണ്, 19 ഉള്ളൂ. SP വിൽസൺ തോമസ് ആ പ്രിൻ്റ് ഔട്ട് കയ്യിലെടുത്തു. എന്നാലും എനിക്ക് തോന്നുന്നു സാർ, ഇതിൽ പറയുന്നത് തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്ന പെൺകുട്ടിയെന്ന്. കാരണം ഈ പെൺകുട്ടി 1 മാസത്തിന് മുമ്പ് കാണാതായതാണ്. 1 മാസത്തിന് മുമ്പോ? അതെ സാർ, പക്ഷെ കൃത്യമായ ഡേറ്റില്ല. SP പ്രിൻ്റ് ഔട്ടിലേക്ക് നോക്കി. ഉരുണ്ട കണ്ണുകളും നീണ്ട ഭംഗിയായിരുന്ന മൂക്കും ചുവന്നു മലർന്ന അധരങ്ങളുമുള്ള മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. അതിന് താഴെ ഡീറ്റെയിൽസ്. പേര് റോസ് ജോയ്, വയസ്സ് 19, നിറം വെളുപ്പ്, 5 അടി 5 ഇഞ്ച്, കഴുത്തിന് പിന്നിൽ ഇരട്ട മറുക്. ഇത് ഇന്ന് വന്ന മെസ്സേജാണല്ലോ. പ്രിൻ്റ് ഔട്ടിൽ നിന്നും മുഖമുയർത്തി SP പറഞ്ഞു. ഉവ്വ് സർ, എറണാകുളത്തു നിന്നാണ്, കാക്കനാട് സ്റ്റേഷനിൽ നിന്ന്. അല്ലേ സർ? നമ്മൾ കുറേ ദിവസമായി എല്ലാ സ്റ്റേഷനിലേക്കും പലതവണ മെസ്സേജ് വിട്ടിട്ടും ഈ വിവരം എന്താ അപ്പോഴൊന്നും അവർ തരാതിരുന്നത്? എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് പെട്ടെന്ന് തോന്നി സർ. ഞാൻ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. എന്നിട്ട് സ്റ്റേഷനിൽ ഈ പരാതി കിട്ടിയ അതേ സമയത്ത് തന്നെയാണ് അവർ മെസ്സേജ് അയച്ചത്. വാട്ട്? SP അമ്പരന്നു. 1 മാസം മുമ്പ് കാണാതായ പെൺകുട്ടി, എന്നിട്ടും പരാതി കിട്ടുന്നു എന്നോ? അതെ സർ, വൈക തുറന്നു. ഏതെങ്കിലും പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ഇവിടെ നിന്നും പലതവണ അന്വേഷിച്ചതുകൊണ്ടാണ് ഉടൻ തന്നെ ഇങ്ങോട്ട് മെസ്സേജ് വിട്ടതെന്ന്
എസ് ഐ ഗിരീഷ് പറഞ്ഞു. ആ എസ് ഐ ഒന്ന് വിളിക്കും, എസ് പി പറഞ്ഞു. വൈഗ തൻ്റെ മൊബൈലിൽ കാക്കനാട് എസ് ഐ ഗിരീഷിൻ്റെ നമ്പർ എടുത്തു. ഗിരീഷ്, ഞാൻ വിൽസൺ സാറിന് കൊടുക്കാം. എസ് ഐ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ വൈഗ പറഞ്ഞു. ശരി മാഡം. വൈഗയുടെ കയ്യിൽ നിന്നും എസ് പി മൊബൈൽ വാങ്ങി. ആ മിസ്സിംഗ് കേസിലെ റോസ് ജോയിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം. സർ, ഗിരീഷ് പറഞ്ഞു. കാക്കനാട് കളക്ടറേറ്റിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ പേരക്കുട്ടിയാണ് സർ റോസ് ജോയ്. അയാൾ തുറന്നു. തൊഴിലാളിയുടെ പേര് ജോൺ. ജോണിൻ്റെ മകൻ ജോയിയുടെ 2 പെൺമക്കളിൽ ഇളയവളാണ് റോസ്. മൂത്ത കുട്ടി സൂസി വിവാഹിതയാണ്. ജോയ് ജീവിച്ചിരിപ്പില്ല. ജോയിയുടെ ഭാര്യ മോളി അബുദാബിയിലാണ്. ഹൗസ് മെയ്ഡായിട്ട് കഴിഞ്ഞ വർഷം പോയതാണ്. റോസിൻ്റെ ലോക്കൽ ഗാർഡിയൻ ജോണും അയാളുടെ ഭാര്യ റേച്ചലുമാണ്. നിങ്ങൾ അവരെ ചോദ്യം ചെയ്തോ? പരാതിയുമായി വന്നപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തു സർ. അപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസാണിത്. 1 മാസം മുമ്പ് ആ കുട്ടിയെ കാണാതായി എന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ടെന്താ ഇത്ര ലേറ്റായിട്ട് അവർ പരാതി തന്നത്? ഞാനത് ചോദിച്ചു സർ. പാലക്കാട്ടാണ് ആ കുട്ടി പഠിക്കുന്നത്. BCA ഫസ്റ്റ് ഇയർ. ഒരു പ്രൈവറ്റ് കോളേജിലാണ് സർ. പെൺകുട്ടി അവിടെ ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. മാസത്തിലൊരിക്കലേ കാക്കനാട്ടേക്ക് വരൂ. സെക്കൻഡ് സാറ്റർഡേയിൽ. ശരി. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേയിൽ ആ കുട്ടി ഇവിടെ എത്തിയില്ല. എന്താ വരാഞ്ഞതെന്നറിയാൻ ജോണും റേച്ചലും മൊബൈലിൽ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. ഹോസ്റ്റലിലോ കൂടെ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചില്ലേ അവർ? അങ്ങനെ ഒരു പതിവില്ലെന്നും മറ്റു കുട്ടികളുടെ നമ്പർ അറിയില്ലെന്നുമാണ് അവർ പറഞ്ഞത്. അവർ പിന്നെ ഹോസ്റ്റലിൽ വിളിച്ചു, റോസിനെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ജോണും റേച്ചലും ആ സത്യം അറിഞ്ഞത്. പറയൂ. ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സും എക്സാമും കഴിഞ്ഞിരിക്കുന്നു. 1 മാസമായിട്ട് വെക്കേഷനാണ്. റോസ് ഹോസ്റ്റലിൽ നിന്നും പോന്നിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എത്തിയിട്ടില്ല. അപ്പോഴാണ് വെപ്രാളത്തോടെ അവരോടി ഇവിടെ വന്നതും വിവരങ്ങൾ പറഞ്ഞതും പരാതി തന്നതും. 1 മാസമായിട്ട് ആ പെൺകുട്ടി മിസ്സായിരിക്കുന്നു അല്ലേ? അതെ സർ, ഗിരീഷ് പറഞ്ഞു. അവൾ ആളെങ്ങനെ? സർ, വല്ലവൻ്റെയും കൂടെ പോയതാണെന്നാണ്. അത് അന്വേഷിക്കണം സർ. ഇപ്പോൾ പെറ്റീഷൻ കിട്ടിയതല്ലേ ഉള്ളൂ. SP നെറ്റിയിൽ ചുളിവുകൾ വീണു. ആ ജോണിനെയും റേച്ചലിനെയും ഒന്ന് വിളിക്കണം, SP പറഞ്ഞു. പെറ്റീഷൻ തന്നിട്ട് അവർ മടങ്ങിപ്പോയിട്ടില്ല സർ. ചങ്കത്തടിച്ചും നിലവിളിച്ചും സ്റ്റേഷൻ്റെ വരാന്തയിൽ തന്നെയുണ്ട്. ഗിരീഷ്, താൻ അവരെ ഇവിടെ കൊണ്ടുവരണം സർ. അത് ഞങ്ങളുടെ മെസ്സേജ് കിട്ടിയിരുന്നില്ലേ? കിട്ടിയിരുന്നു സർ. ഏകദേശം ആ കുട്ടിയെ കാണാതായ കാലയളവിൽ തന്നെ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ബോഡി ഇവിടെ പുഴയിൽ നിന്നും കിട്ടിയിരുന്നു. തിരിച്ചറിയാനാകാത്ത വിധം അഴുകിയ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് പുഴയോർത്ത് തന്നെ മറവ് ചെയ്തു സർ. ആ ബോഡിയിൽ നിന്നും കിട്ടിയ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവർക്കത് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുവരാം സർ. അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ മതിയല്ലോ മറ്റു വിധത്തിലുള്ള അന്വേഷണങ്ങൾ. ഓക്കെ. SP കോൾ കട്ട് ചെയ്തു. എന്നിട്ട് വൈകിയെ നോക്കി. ആ പെൺകുട്ടി ഏതെങ്കിലും ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ചാടിപ്പോയതാവുമോ? നമുക്ക് കിട്ടിയ ബോഡി മറ്റേതെങ്കിലും പെൺകുട്ടിയുടേതാണോ? താൻ എന്ത് പറയുന്നു? നമുക്ക് കിട്ടിയ ബോഡി റോസ് ജോയിയുടേത് തന്നെയാണ് സർ. ഐ എം ഷുവർ, വൈഗ പറഞ്ഞു. ഏതായാലും അവർ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, SP അറിയിച്ചു. സർ, SI ഗിരീഷ് പോലീസ് ജീപ്പിൽ തന്നെയാണ് ജോണിയെയും റേച്ചലിനെയും കൂട്ടി ഈസ്റ്റ് സ്റ്റേഷനിലെത്തിയത്. SP വിൽസൺ തോമസും വൈക്കിയും അവർ വരുമ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. പകച്ച മുഖമായിരുന്നു ജോണിനും റേച്ചലിനും. ഒരു കൈലിമുണ്ടും ഷർട്ടുമായിരുന്നു ജോൺ ധരിച്ചിരുന്നത്. വാരി വലിച്ചെടുത്ത ഒരു ഒഴുക്കൻ സാരിയാണ് റേച്ചലിൻ്റെ വേഷം. നിന്ന നിൽപ്പിലാണവർ. കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി വന്നതെന്ന്, അവിടെ നിന്നും അതേപടി തന്നെയാണ് കോട്ടയത്തേക്ക് വന്നതെന്നും SP മനസ്സിലായി. വൈക്കിക്കും. SP CI ഗോപകുമാറിൻ്റെ നേർക്ക് മുഖം കൊണ്ട് ആംഗ്യം കട്ടി. സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കവറിൽ സീൽ ചെയ്ത് വെച്ച ഒരു പൊതിക്കെട്ട് CI ഗോപകുമാർ അവർക്ക് മുമ്പിലെ ടേബിളിന് മുമ്പിലേക്ക് തുറന്നു വെച്ചു. നോക്ക്, ഈ കവറിനുള്ളിൽ ഏതെങ്കിലും സാധനം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോയെന്ന്. ഇതിലേതെങ്കിലും ഇതിനു മുമ്പ് റോസ് ജോയ് ധരിച്ചിരുന്നോ എന്ന് ശ്രദ്ധിച്ചു നോക്ക്. പറഞ്ഞിട്ട് ഗോപകുമാർ പ്ലാസ്റ്റിക് കവറുകൾ ഒന്നൊന്നായി എടുത്ത് ജോണിൻ്റെയും റേച്ചലിൻ്റെയും മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തു. പുഴയിൽ നിന്നും കിട്ടിയ അഴുകിയ ബോഡിയിലെ ഒരു കാതിലെ കമ്മലുണ്ടായിരുന്നുള്ളൂ. തോളറ്റം വരെ തൂങ്ങിയാടുന്ന വൈറ്റ് മെറ്റലിൻ്റെ ആഭരണം. നിഷേധാർത്ഥത്തിൽ റേച്ചലും ജോണും തലയാട്ടി. ഇത് ഞങ്ങളുടെ കുട്ടിയുടേതല്ല സാറേ, റേച്ചൽ ആശ്വാസത്തോടെ പറഞ്ഞു. അല്ലെന്ന് തീർച്ചയാണോ? ഗോപകുമാർ എടുത്തു വെച്ചു. എന്ന് ചോദിച്ചാൽ ഇത് കണ്ടതായിട്ട് ഓർക്കുന്നില്ല സാറേ, ജോൺ പറഞ്ഞു. ഇത്തരം കുറേ ആഭരണങ്ങളുണ്ട് മോൾക്ക്, റേച്ചൽ പറഞ്ഞു. ഓരോ തവണ വരുമ്പോഴും ഡ്രസ്സിന് ചേരുന്ന കളറുള്ള ആഭരണങ്ങളാണ് അവൾ ധരിക്കാറ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ല. ഇതോ കഴുത്തിലിടുന്ന വൈറ്റ് മെറ്റലിൻ്റെ മാലയായിരുന്നു അത്. ഇത് മോളുടേതാണോന്ന് അറിയത്തില്ല.
റോസ് നിറം പോലെ തോന്നിപ്പിക്കുന്ന കീറി പറഞ്ഞ ഒരു ചുരിദാറിൻ്റെ അവശിഷ്ടം കാണിച്ചു. അതവൾക്ക് തിരിച്ചറിയാനായില്ല. ഇത്തരം ചുരിദാർ മോൾക്ക് ഇഷ്ടമല്ല. തിളങ്ങണതാ അവളിടുന്ന്. റേച്ചൽ ഗോപകുമാറിനെ നോക്കി. റോസ് ജോയ്ക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുന്ന പോലെ അവർ തുടർന്നു. അവൾ അതേ ഇടൂ. ഇതൊന്നും ഞങ്ങളുടെ കുഞ്ഞിൻ്റേതല്ല. ഇതും ആ കുട്ടിയുടേതല്ലേ? ഗോപകുമാർ അവസാനത്തെ കവറെടുത്തു. അതിനുള്ളിൽ ബോഡിയിൽ നിന്നും കിട്ടിയ 2 വെള്ളി പാദസരങ്ങളായിരുന്നു. പിങ്ക് നിറത്തിലുള്ള പേളുകൾ ഇറുങ്ങി തൂങ്ങിക്കിടന്ന ആ വെള്ളി പാദസരത്തിലേക്ക് റേച്ചൽ തുറിച്ചു നോക്കി. എൻ്റെ പൊന്നുമോളെ. പെട്ടെന്ന് റേച്ചൽ നെഞ്ചത്ത് അലച്ചു കരഞ്ഞു. അയ്യോ, ഇതെൻ്റെ മോളുടേതാണേ. 3-4 മാസം മുമ്പ് അവിടെ അമ്മ ദുബായിൽ നിന്ന് കാശ് അയച്ചു തന്നപ്പോൾ ഞാനും ഇങ്ങേരും കൂടി മോളെയും കൂട്ടിപ്പോയി അവളുടെ ഇഷ്ടത്തിന് മേടിച്ചു കൊടുത്ത പാസര. എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞെന്തേ? അവൾക്ക് എന്നാ പറ്റിയേ? റേച്ചൽ നടുക്കത്തിൽപ്പെട്ട് നിൽക്കാൻ കൽപ്പില്ലാതെ താഴേക്ക് ഊർന്നിറങ്ങി. എൻ്റെ കർത്താവേ. ജോണും നെഞ്ചിൽ തല്ലിക്കരഞ്ഞു. അവൾക്ക് എന്നാ പറ്റിയതാ സാറേ? അവളുടെ കാലിൽ കിടന്നിരുന്ന ഈ പാദസരം ഇവിടെ എങ്ങനെ വന്നു? വൈഗ അവരെ ഇരുവരെയും നോക്കി. ഒരു നിമിഷം കഴിഞ്ഞായിരുന്നു ഗോപകുമാറിൻ്റെ മറുപടി. ഇവിടുത്തെ പുഴയിൽ നിന്നും അഴുകിയെ തിരിച്ചറിയാനാവാത്ത വിധം ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടി. ആ ശവത്തിൻ്റെ കാലിൽ കിടന്നിരുന്ന പാദസരമാണിത്. ജോണിൻ്റെ കണ്ണു മിഴിച്ചു. അയ്യോ എൻ്റെ ഈശോയെ. അയ്യോ. താഴെ ഇരുന്നപടി റേച്ചൽ നിലവിളിച്ചു. എൻ്റെ പൊന്നുമോളെ, എൻ്റെ ഈശോയെ. നിങ്ങളിവിടെ കിടന്നിങ്ങനെ നിലവിളിക്കാതെ, ഗോപകുമാർ പറഞ്ഞു. അതുകൊണ്ട് ഇനി കാര്യമൊന്നുമില്ല സാറേ. ജോണ് പരിസരം മറന്ന് ഗോപകുമാറിൻ്റെ തോളിൽ പിടിച്ചു. എന്തിയാ സാറേ? പുഴയിൽ നിന്ന് കിട്ടിയ ശവം. അയാളുടെ ശബ്ദം ഏതോ ഗുഹയിൽ നിന്നും വരുന്നത് പോലെ അടഞ്ഞതും ചിലമ്പിച്ചതുമായിരുന്നു. എത്ര അഴുകിയാലും എൻ്റെ കുഞ്ഞാണതെങ്കിൽ ഞാൻ തിരിച്ചറിയും സാറേ. എനിക്കൊന്ന് കാണണം, എനിക്ക് കാണണം സാറേ. അയാൾ പൊട്ടിക്കരഞ്ഞു. വൈഗ അത് ശ്രദ്ധിച്ചു. അവൾക്ക് നെഞ്ചിനുള്ളിൽ പെടച്ചിൽ തോന്നി. ആ ജഡം കിട്ടിയപ്പോൾ അതിൻ്റെ പേര് റോസ് ജോയി എന്നായിരുന്നില്ല, മിത്ര എന്നായിരുന്നു. ആ ജഡം അഴുകിയതാണെന്ന് തിരിച്ചറിയാനാവില്ലെന്നും അടുക്കാനാവാത്ത വിധം ദുർഗന്ധം വമിക്കുന്നതാണെന്നും അന്ന് താൻ പറഞ്ഞപ്പോൾ തൻ്റെ അമ്മയും അന്നിതേ വാക്കുകൾ പറഞ്ഞുള്ളൂ. ഇതുപോലെ കരഞ്ഞു. പറ സാറേ, ഞങ്ങൾക്കത് കാണണം. കണ്ടാൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും സാറേ, അത് ഞങ്ങളുടെ മോളല്ലെന്ന്. ഞങ്ങളുടെ പൊന്നുമോളങ്ങനെ ചത്തഴുകത്തില്ല സാറേ. അവൾക്ക് പുഴയിൽ ചാടി ചാകേണ്ട കാര്യമൊന്നുമില്ല. ജോൺ വീണ്ടും പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുകയല്ല സാറേ. കരഞ്ഞു തളർന്നിരിക്കുന്ന റേച്ചലും വിങ്ങിപ്പൊട്ടലോടെ പറഞ്ഞു. ആത്മഹത്യ ചെയ്തതായിരിക്കണം എന്നില്ലല്ലോ ചേട്ടത്തി, ഗോപകുമാർ പറഞ്ഞു. പിന്നെ കൊന്നതായിക്കൂടെ? എൻ്റെ ഈശോയെ. റേച്ചൽ പിടച്ചിലോടെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ജോൺ ചോദിച്ചു. കൊന്നതാണോ? അതെ. കിട്ടിയ ബോഡി ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു. ചാക്കിൽ കയറി കെട്ടിയ പടി ആത്മഹത്യ ചെയ്യാൻ ഒരാൾക്കും ആവില്ലല്ലോ. അതുകൊണ്ടാണ് കൊന്നതാണെന്ന് പറഞ്ഞത്. റോസിന് ഏതെങ്കിലും പയ്യന്മാരുമായി എന്തെങ്കിലും അടുപ്പമോ ബന്ധമോ ഉണ്ടായിരുന്നോ അറിയാമോ? വൈഗ ശാന്തമായി ചോദിച്ചു. ഞങ്ങളുടെ മോൾ അത്തരക്കാരിയല്ല സാറേ, ജോണ് പറഞ്ഞു. പഠിക്കുന്ന കോളേജിൽ വെച്ച് ഏതെങ്കിലും ബന്ധം ഉണ്ടായിക്കൂടെ? വൈഗ വീണ്ടും ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുന്നതാണ് നല്ലത്. സാറന്മാരെ, ജോൺ സങ്കടം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ഞങ്ങൾ ആ ശവം ഒന്ന് കാണിച്ചാൽ സാറേ. ഇങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാനും അവളും ചത്തുപോകുകയുള്ളൂ സാറന്മാരെ. ഗോപൻ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന SP വിൽസൺ തോമസ് എഴുന്നേറ്റു. അവരുടെ കാര്യം തുറന്നു പറയാനുള്ള സജ്ജ നൽകിയിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഗോപകുമാർ വൈഗയുടെ മുഖത്തേക്ക് നോക്കി. ചേട്ടത്തി, വൈഗ ദൗത്യം ഏറ്റെടുത്തു. ആറ്റിൽ നിന്നും ആ ശവം കിട്ടിയത് 3 ആഴ്ച മുമ്പാണ്. അത് കിട്ടുമ്പോൾ ശവം തിരിച്ചറിയാൻ പാടില്ലായിരുന്നെന്ന് മാത്രമല്ല, ചീഞ്ഞഴുകി ദുർഗന്ധം വമിച്ചിരുന്നു. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളത് സംസ്കരിച്ചു. കുഴിച്ചു മൂടിയോ? റേച്ചൽ നെഞ്ചിൽ തല്ലിക്കറിഞ്ഞു. പിന്നിപ്പം അത് ഞങ്ങളുടെ കൊച്ചാണെന്ന് ഞങ്ങളങ്ങനെ തിരിച്ചറിയും സാറേ. ആ ജഡം പോലീസിന് കിട്ടുമ്പോൾ അതിനൊപ്പം ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഈ ടേബിളിലിരുന്നത്. ഈ പാദസരങ്ങൾ നിങ്ങൾ വാങ്ങിയതാണെങ്കിൽ ഇത് അടിഞ്ഞിരുന്ന ശരീരവും നിങ്ങളുടെ കുട്ടിയുടെ തന്നെയല്ലേ? റേച്ചലിന് ശബ്ദമില്ല. സ്തംഭയായിട്ട് അവരങ്ങനെ നിന്നു. വൈകപ്പെട്ടെന്ന് ഓർത്തു. ആ അഴുകിയ ജഡത്തിൻ്റെ മുഖത്ത് അന്ന് തെളിഞ്ഞു കണ്ട പല്ലുകൾ, മിത്രയുടേതുപോലെ തോന്നിച്ചിരുന്ന വിടവുള്ള 2 മുമ്പല്ലുകൾ. റോസ് ജോജിയുടെ മുൻവരി പല്ലുകൾ നടുവിൽ വിടവുണ്ടായിരുന്നോ? അവൾ ചോദിച്ചു. ഉവ്വ, ജോൺ പെട്ടെന്ന് പറഞ്ഞു. എങ്കിൽ ആറ്റിൽ നിന്നും കിട്ടിയതും ഞങ്ങൾ സംസ്കരിച്ചതും നിങ്ങളുടെ മകൾ റോസിൻ്റെ ജഡം തന്നെ, സംശയമില്ല. അയ്യോ, റേച്ചൽ വീണ്ടും നെഞ്ചിത്തല്ലി. മോളിയോടും സൂസിയോടും ഞങ്ങൾ എന്നതാ സാറന്മാരെ പറയേണ്ടത്? അവരറിഞ്ഞ തലതല്ലി ചാകുവേ.
ജോൺ സങ്കടവും ഭീതിയും കൊണ്ട് തലയിൽ കൈവച്ച് പറഞ്ഞു. മോളി റോസിൻ്റെ മമ്മിയാണ്, സൂസി ചേച്ചിയും. റോസിന് മൊബൈൽ ഉണ്ടായിരുന്നില്ലേ? വൈഗ ചോദിച്ചു. ഉണ്ടായിരുന്നു സാറേ, ജോണി പറഞ്ഞു. അതിൽ രാവും പകലും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ അവള്. ആ മൊബൈൽ നമ്പർ എത്രയാ? ജോൺ വേഗം ഇടുപ്പിലെ മുണ്ടിൻ്റെ തെറുപ്പിൽ നിന്നും ഒരു ചെറിയ പേഴ്സ് വലിച്ചെടുത്തു. അതിൽ നിന്നും ഒരു തുണ്ട് പേപ്പർ തപ്പിയെടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതാ സാറേ നമ്പർ. എനിക്ക് കാണാതറിയാൻ മേല. 8 അക്കമല്ലയോ? മോളെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ കടയിൽ ചെന്ന് കോയനിട്ടിട്ടാ ഇത് നോക്കി വിളിക്കുന്നത്. ഗോപൻ, വൈഗ പറഞ്ഞു, ഈ നമ്പർ വേഗം സൈബർ സെല്ലിലേക്ക് വിട്. എമർജൻസി സെർച്ച്. ആ പെൺകുട്ടിയെ വിളിച്ചിരുന്നതും സംസാരിച്ചിരുന്നതും ആരൊക്കെയാണെന്ന് ഉടൻ അറിയണം. അവരെയും പൊക്കണം. ശരി മേഡം. ഗോപകുമാർ ആ നമ്പർ എഴുതിയെടുത്തു. സൈബർ സെല്ലിലേക്ക് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ദാ വരാന്തയിൽ ബെഞ്ച് കിടപ്പുണ്ട്, അവിടെ ചെന്നിരിക്കും, പിന്നെ വിളിക്കാം, ഗോപകുമാർ പറഞ്ഞു. സങ്കടം കൊണ്ട് തളർന്ന് അവർ വരാന്തയിലേക്ക് ഇറങ്ങി ബെഞ്ചിലേക്കിരുന്നു. റേച്ചലേ, നമ്മുടെ കൊച്ച്. ജോൺ ഏങ്ങിപ്പൊട്ടി. അത്ര പോലും പറയാൻ ശക്തിയില്ലായിരുന്നു റേച്ചലിന്. 10 മിനിറ്റിനുള്ളിൽ സൈബർ സെല്ലിൽ നിന്നും ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് ഇമെയിൽ എത്തി. ഗോപകുമാറും എസ് പിയും വൈക്കയും ആ മെസ്സേജ് നോക്കി. മൂവരും അമ്പരന്നു. വൈക, എസ് പി ആ മെസ്സേജിലേക്ക് വിരൽ ചൂണ്ടി. കണ്ടോ? റോസിൻ്റെ മൊബൈലിൽ നിന്നും കോൾ പോയിരിക്കുന്ന 2 നമ്പറുകൾ. വൈക അതിലേക്ക് തുറിച്ചു നോക്കി. ഒന്ന് കോഴിക്കോട്ട് വെച്ച് ആത്മഹത്യയിൽ മരിച്ച സീന ജെയിംസിൻ്റെ. എസ് പി പറഞ്ഞു. അടുത്ത നമ്പർ അത് മിത്രയുടേതാണ് അല്ലേടോ? അതെ സാർ. മിത്രയുടെ നമ്പർ റോസിൻ്റെ മൊബൈലിൽ. അമ്പരപ്പ് കൊണ്ട് വൈകയുടെ തൊണ്ട വിറച്ചു. അധ്യായം 22. ഇതെന്താ വൈക ഇങ്ങനെ? എസ് പി വിൽസൺ തോമസ് അല്പം തമാശ കലർത്തിയും എന്നാൽ ഗൗരവത്തോടെയും ചോദിച്ചു. മരിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം മിത്രയുമായി ഫോൺ കണക്ഷൻ ഉണ്ടല്ലോ സർ. വൈകിയുടെ നെറ്റിയും വിയർത്തു കഴിഞ്ഞിരുന്നു. ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് രാഗം ഫെസ്റ്റിവലിനിടയിൽ സീന ജെയിംസിനെ ട്രാപ്പിലാക്കിയതുപോലെ ഈ റോസ് ജോയിയെയും അപകടത്തിലേക്ക് വിട്ടത് മിത്ര തന്നെ ആകൂടോ? വൈക ആകെ വിളറി. ചുരുക്കി പറഞ്ഞ, ഹോസ്പിറ്റലിൽ അനക്കമറ്റ് കിടന്ന ആ ബോഡിക്ക് അനക്കം വെച്ച് രക്ഷപ്പെട്ടാൽ തീർച്ച സ്ഥാനം ജയിലിനുള്ളിലായിരിക്കും അല്ലേടോ? സർ. വൈക എസ് പിയെ നോക്കി. ഒരു ഗുണമുണ്ട്. എസ് പി ചിരിച്ചുകൊണ്ട് തുറന്നു. മകൾ അങ്ങോട്ട് കയറുമ്പോൾ ഡോക്ടർ സത്യദാസിന് പുറത്തേക്ക് വരാം. ആള് നിരപരാധിയാണല്ലോ. എസ് പി കളിയാക്കിയതാണോ? വൈകയ്ക്കൊന്നും മനസ്സിലായില്ല. ഒരു കാര്യം ഷുവർ വൈക, അദ്ദേഹം തുടർന്നു. മിത്രയ്ക്ക് പിന്നിൽ വലിയൊരു മാഫിയുണ്ട്. അങ്ങേയറ്റത്ത് ഒരു വമ്പൻ സ്രാവും. ഐ എം എ കറക്റ്റ്? യെസ് സർ, വൈക സമ്മതിച്ചു. എടോ ഗോപൻ, എസ് പി തൊട്ടു പിന്നിൽ നിന്നിരുന്ന CI ഗോപകുമാറിനെ നോക്കി. സർ, വൈകയും താനും കൂടി ഈ റോസ് ജോയുടെ സർവ്വ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്തു. മറഞ്ഞു നിന്ന് നമ്മളെ കളിപ്പിക്കുന്ന ആ വമ്പൻ സ്രാവിൻ്റെ കൊമ്പ് മുറിക്കാൻ ഒരായുധം കിട്ടൂടും. ശരി സർ, ഗോപകുമാർ ഏറ്റു. വൈകയും. അവൾ എഴുന്നേറ്റു. സ്റ്റേഷൻ്റെ മുൻവശത്തേക്ക് വന്നു. കരഞ്ഞും കണ്ണീരൊഴുക്കിയും അവിടെ അപ്പോഴും ചാരുബെഞ്ചിലിരിക്കുകയായിരുന്നു റേച്ചലും ജോണും. വൈക അമ്പരപ്പോടെ ഓർത്തുപോയി. തൻ്റെ അനിയത്തിയുടെ ക്രൂര ചെയ്തികളുടെ മറ്റൊരു ഇര. മിത്രയ്ക്ക് എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെയൊരു ക്രൂരയാകാൻ? എത്ര പേരെ അവൾ കണ്ണീര് കുടിപ്പിച്ചു. എത്ര കുടുംബം അതുകൊണ്ട് തകർന്നു. അനങ്ങാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മിത്ര എന്ന അനുജത്തിയെ അവൾ ആദ്യമായി വെറുത്തു. അവൾ വല്ലാതെ ഭയന്നു. മരിക്കാതെ മരിച്ചു കിടക്കുന്ന ആ ശരീരത്തിന് അനക്കം വെച്ച്, ശബ്ദം വെച്ച്, ചലനം വെച്ച് മെല്ലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ കൈകളിൽ താൻ തന്നെ വിലങ്ങിടേണ്ടി വരുമോ? സാജൻ്റെ കാറ് മെഡിക്കൽ കോളേജിൽ OPയിലേക്ക് വരുന്നതും 3-ാം നിലയിൽ നിന്നും രശ്മി കണ്ടു. അവൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു. ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ ഞാൻ സീനിയർ ഡോക്ടർക്കൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറഞ്ഞേക്ക്. 2-3 മണിക്കൂർ കഴിയാതെ പുറത്തേക്ക് വരില്ലെന്ന്. ആ കൊച്ചിക്കാരൻ ലവ് പേഷ്യൻ്റാണോ ആള്? അതെ, അവൻ്റെ കാര്യം ഞങ്ങളേറ്റു. രശ്മി സാജൻ്റെ മുമ്പിൽ വരാതെ ജനറൽ വാർഡിൻ്റെ ഭാഗത്തേക്ക് മുങ്ങി. എലിയെ തട്ടി കളിക്കുന്ന പൂച്ചയുടെ പ്രത്യേക ആഹ്ലാദത്തോടെ. 3 മണിക്കൂർ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും രശ്മി പുറത്തിറങ്ങുകയുള്ളൂവെന്ന് രശ്മിയുടെ ഫ്രണ്ട് പറഞ്ഞത് കേട്ട് സാജൻ കാറിൽ കോട്ടയത്തേക്ക് തിരിച്ചു. ടൗണിൽ വെറുതെ കറങ്ങി. സന്ധ്യ കഴിഞ്ഞു. രാത്രിയായി. 3 മണിക്കൂറിന് ശേഷം മടങ്ങി വരുമ്പോൾ സാജൻ്റെ കയ്യിൽ അതിമനോഹരമായ ഒരു പട്ടുസാരി ഉണ്ടായിരുന്നു. ജെറിയിൽ വിവിധ വർണ്ണമുത്തുകളും വെള്ളക്കല്ലുകളും നെയ്തു വെച്ച വില കൂടിയ ഒന്ന്. 3 പറഞ്ഞെങ്കിലും 4 മണിക്കൂർ കഴിഞ്ഞേ രശ്മി സാജന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. സോറി സാജൻ. അതിവിനയത്തോടെ, അതീവ സ്നേഹത്തോടെ സോറി പറഞ്ഞുകൊണ്ടാണ് രശ്മി അവൻ്റെ അടുത്തേക്ക് വന്നത്. ഒരു കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷനായിരുന്നു. എമർജൻസിയായി എനിക്ക് പ്രൊഫസറെ തിയേറ്ററിൽ അസിസ്റ്റൻ്റ് ചെയ്യേണ്ടി വന്നു. സാറില്ല രശ്മി. സാജൻ അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു.
ഒരു ഡോക്ടറുടെ ടൈമിന് എപ്പോഴും വിലയുണ്ടെന്ന് എനിക്കറിയാം. OPയുടെ ഇടനാഴിയിലായിരുന്നു അവർ. ഇത്രയും സമയം താൻ മനഃപൂർവ്വം അവനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതാണ്. അവൻ എന്നിട്ട് ഒരു പരാതിയില്ല. ശരിക്കും ആൾ പ്രേമത്തിൽ വീണു കഴിഞ്ഞെന്ന് രശ്മിക്ക് മനസ്സിലായി. ഇതാ കയ്യിലിരുന്ന പാക്കറ്റ് അവൻ രശ്മിക്ക് നീട്ടി. എന്താണിത്? പാക്കറ്റ് വാങ്ങാതെ അവൾ ചോദിച്ചു. ഒരു ചെറിയ സമ്മാനം. എന്തിൻ്റെ സമ്മാനം? അവൾ ചോദിച്ചു. നമ്മുടെ പരിചയത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ കെട്ടുറപ്പിന് വേണ്ടി. അതിനിങ്ങനെ സമ്മാനം തരണമെന്നുണ്ടോ സാജ? അവൾ പരിഭവിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ചെറിയ ചിരിയോടെ സാജൻ ആ പാക്കറ്റ് ബലമായി രശ്മിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. വേഗം തിരിഞ്ഞു നടന്നു. രശ്മിക്ക് ചിരിയൂറി. അല്ല സാജ, എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ പറയാം. അവൻ നിന്നില്ല. ഇത്രയും മണിക്കൂർ കാത്തു നിന്നിട്ടോ? അവൾ ചോദിച്ചു. അത് സാരമില്ല രശ്മി. ഒന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. കാത്തു നിന്നതിൽ എനിക്കൊരു വിഷമമില്ല. ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ റെഡിയാണ്. രശ്മി മെല്ലെ ചിരിച്ചു. ഞാൻ ഇനിയും വരും രശ്മി, അടുത്ത ദിവസം. അപ്പോൾ ഞാൻ കാര്യം പറയാം. പ്രഫുല്ലമായ ഒരു ചിരിയോടെ, പ്രണയാതുരമായ ഒരു കടാക്ഷത്തോടെ സാജൻ പറഞ്ഞു. എന്നിട്ടവൻ വേഗം തിരിഞ്ഞു നടന്നു. രശ്മി ശരിക്കും ചിരിച്ചു. താൻ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന അവസ്ഥയിലായി സാജൻ. അവൻ അതേ അവസ്ഥയിൽ തന്നെ നിൽക്കട്ടെ. ആവശ്യമുണ്ടവന്. തിരികെ തൻ്റെ ഡ്യൂട്ടി റൂമിലേക്ക് വന്ന രശ്മി സാജൻ പ്രേമപൂർവ്വം നൽകിയ ആ പാക്കറ്റ് ഭിത്തിയുടെ ഒരരികിലെ റാക്കിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു. 3-4 ദിവസത്തെ തിരക്കിന് ശേഷമാണ് വൈഗ ഡോക്ടർ ഹരിലാലിനെ കാണാനെത്തിയത്. അദ്ദേഹം തൻ്റെ ഡ്യൂട്ടി റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. വരൂ വരൂ മേഡം, ഇരിക്കൂ. ഡോക്ടർ അവളെ ഹൃദ്യമായി ചിരിയോടെ ക്ഷണിച്ചു. മാഡത്തെ 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. അല്പം എമർജൻസി ഉണ്ടായിരുന്നു ഡോക്ടർ. ഡോക്ടർക്കെതിരെയുള്ള കസേരയിലിരുന്ന് വൈഗ പറഞ്ഞു. മിത്രയുടേതെന്ന് കരുതി അന്ന് കിട്ടിയ ആ ബോഡി യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ. എന്നിട്ട് ബോഡി കൊച്ചിയിലുള്ള ഒരു പെൺകുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ ആര് കൊന്നു, എന്തിനു കൊന്നു, ബോഡി ഇവിടെ എങ്ങനെ വന്നു, അതൊന്നും അറിയില്ല. അന്വേഷിക്കുകയാണ്. അവൾ ചിരിച്ചു. കേരള ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ മേഡം? ഭ്രാന്തന്മാരുടെയും കപാലികന്മാരുടെയും സാത്താന്മാരുടെയും ഒക്കെ നാടായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ നിയമപാലകരെക്കാൾ ബുദ്ധിയിലും തന്ത്രത്തിലും ശക്തിയിലും അവർ കളിക്കുന്നുണ്ട്. ഡോക്ടറുടെ വാക്കുകളിലെ അമർഷം സത്യമാണെന്ന് വൈകിക്കും തോന്നി. എങ്കിലും അവൾ മറുപടി പറഞ്ഞില്ല. വിഷയത്തിലേക്ക് നീങ്ങി. ഡോക്ടർ മിത്രയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ്? ഷുവർ മാഡം, ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ആ കുട്ടി ഇപ്പോൾ ശ്വാസം എടുക്കുന്നുണ്ട്. ഓക്സിജൻ മാസ്ക് മാറ്റിക്കഴിഞ്ഞു. ഓ യെസ്. തുറന്നു പറയട്ടെ മാഡം, സങ്കടത്തോടെ ഞാൻ ഉപേക്ഷിക്കാൻ തുടങ്ങിയ ജീവനായിരുന്നു അത്. മരിച്ചില്ലെങ്കിലും മരിച്ചതുപോലെ അനക്കമറ്റ് വർഷങ്ങളോളം കിടക്കാൻ വിധിക്കപ്പെടുന്ന ഒരു ശരീരം. രക്ഷിക്കാമെന്ന തോന്നലുണ്ടായിരിക്കുന്നു ഇപ്പോൾ. അതിൻ്റെ അത്യാഹ്ലാദത്തിലാണ് ഞാൻ. എത്ര മേൽ രക്ഷിക്കാൻ പറ്റും അത് കൃത്യമായി പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ബോഡിയിൽ അല്പം കൂടി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായാൽ അത് വെച്ച് ഒന്നുകൂടി സ്റ്റഡി ചെയ്തേ പറയാൻ പറ്റും. വൈഗ മൗനം പാലിച്ചു. മാഡം വിഷമിക്കണ്ട. ഡോക്ടർ അനിൽ രാജൻ്റെ മാന്ത്രിക തൂവൽ സ്പർശം ഇനിയുമുണ്ടാവും. അത് ആ കുട്ടിയെ പൂർണ്ണമായും രക്ഷപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാഡം അന്നത്തേതുപോലെ ശരിക്കും മനസ്സൊന്നൊന്ന് പ്രാർത്ഥിച്ചോളൂ. അനിയത്തിക്ക് വേണ്ടി, മിത്രയ്ക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കണോ? തിരിച്ചിറങ്ങി തൻ്റെ വണ്ടിയിലേക്ക് കയറുമ്പോൾ വൈഗ ആവർത്തിച്ച് ആലോചിച്ചു. ഒരു ഉത്തരത്തിനായി വിഷമിക്കുമ്പോഴാണ് മൊബൈൽ അടിച്ചത്. വൈഗ അതെടുത്തു. കാർത്തികാണ്. അവൾക്ക് ഉത്സാഹമായി. എന്തായടോ തൻ്റെ സസ്പെൻഷനും അന്വേഷണമൊക്കെ? കാർത്തിക് ഉത്കണ്ഠയോടെ അന്വേഷിച്ചു. 24 മണിക്കൂർ തികയുന്ന അവസാന മിനിറ്റിന് മുമ്പ് DIGയുടെ ഓർഡർ അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് എത്തിച്ചു. വൈഗ തുറന്നു. ആ അഴുകിയ ജഡത്തിൻ്റെ യഥാർത്ഥ പേരും അഡ്രസ്സുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് രണ്ടും കൊടുത്തോടെ അദ്ദേഹത്തിൻ്റെ നാവടങ്ങി. പിന്നെ SP ചെന്ന് DGPയെ കണ്ട് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. അതോടെ സസ്പെൻഷനും പിൻവലിച്ചു. കാർത്തിക് ആശ്വസിച്ചു. വല്ലാത്തൊരു ടെൻഷനായിരുന്നു എനിക്ക്. കല്ലു ഒരു അതിക്രമം കാണിച്ചതിൻ്റെ ഫലം താനും SPയും പങ്കിടേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടം. അത് സാരമില്ല കാർത്തിക്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് പതിവാണ്. മറ്റുള്ള ഓഫീസേഴ്സിനെ പോലെ അല്ല ഇവിടെ. മുകളിലിരിക്കുന്നവർക്ക് ദേഷ്യം പെട്ടെന്ന് തീർക്കാനും ചാടിക്കളിക്കാനുള്ള ഉപകരണങ്ങളാവും താഴെയുള്ള ചില ഉദ്യോഗസ്ഥർ. അത്രയേ ഉള്ളൂ. വാസ്തവം. എന്തായാലും കല്ലുവിനത് സങ്കടമായി. അവൾ ചെറിയ കുട്ടിയല്ലേ, ഭവിഷ്യത്തറിയാതെ ചെയ്തത്. ഞാനും അല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുറ്റം എൻ്റേത് തന്നെയാണ്. കാർത്തിക് ഫോണ് കല്ലുവിന് കൊടുക്ക്, ഞാൻ നേരിട്ട് പറഞ്ഞോളാം. വൈഗ പറഞ്ഞു. കല്ലു ഇന്ന് മടങ്ങിപ്പോയി. കാർത്തിക് ഇപ്പോൾ എവിടെയാ? ഫ്ലാറ്റിലോ? ഞാൻ സൈറ്റിലാണോ. ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്, കാർത്തിക് പറഞ്ഞു. അതിനിടയിൽ വിവരമറിയാനുള്ള ഉത്കണ്ഠ കൊണ്ട് വിളിച്ചതാണ്. ഏതായാലും
തൽക്കാലം പ്രശ്നം തീർന്നു. വൈഗ ചിരിച്ചു. പിന്നിൽ നിന്ന് മുന്തുകയും തള്ളുകയും ചെയ്ത രശ്മിയുടെയും ഡോക്ടർ വിനീഷിൻ്റെയും പണിയും തീർന്നു അല്ലേ? അതങ്ങനെ തീരില്ല കാർത്തിക്. വൈഗ തുറന്നു. രശ്മിക്ക് 2 കാര്യത്തിലാണ് എന്നോടുള്ള പക. അവളെയും അമ്മയും അന്ന് ഞാൻ അറസ്റ്റ് ചെയ്തതാണ് ഒന്ന്. ആ പക ഇരട്ടിക്കാൻ കാരണം നമ്മുടെ അന്നത്തെ താലികെട്ടും. ശരിയാണ്, കാർത്തിക് സമ്മതിച്ചു. ആ താലികെട്ട് രശ്മിക്കേറ്റ കനത്തടിയാണ്. അവൾ അടങ്ങിയിരിക്കില്ല. അവൾ മാത്രമല്ല. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.